അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടില്ലേ, അമ്മാരുടെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ, അപ്പോൾ വണ്ടിയൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നടന്ന് ആടിക്കുഴഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ആ ചുറ്റും മുന്നേ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. കുഞ്ഞാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ, ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഉച്ചതിന് ശേഷം ഒന്ന് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. വന്നതിൻ്റെ പിറ്റേ ദിവസം അങ്ങോട്ട് പോയത് അങ്ങോട്ട്. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അമ്മക്ക് അങ്ങനെ താല്പര്യമില്ല വീഡിയോയിലൊന്നും നിൽക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം കുഞ്ഞാത്താടിക്ക് പോകണമായിരുന്നു. വാവച്ചിയുടെ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാം കേട്ടോ. ഞങ്ങൾ കുഞ്ഞാത്താടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും തിരിച്ച് വരണം. അപ്പോൾ നമ്മുടെ വാവച്ചിയുടെ കുട്ടീനെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് പോയിട്ട് വരാച്ചിട്ട് ഒരുങ്ങാണ്. എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരാൾ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യം ഒരു പൗഡർ പോലും ഇടാത്ത ആളായിരുന്നു കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ തേച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. എന്തപ്പോൾ ഈ കാണുന്നത് തോന്നി എനിക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തലേന്ന് ഷാള് പോയി. ഒരു കയ്യിലിൻ്റെ കവറുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ഒരു കയ്യിൽ ഫോൺ കേട്ടോ. അപ്പം എൻ്റെ തലേന്ന് ഷാള് പോയപ്പോൾ ഒന്ന് കയറ്റിയിട്ട് തരാൻ പറഞ്ഞു. അതങ്ങോട്ട് പിടിച്ച് പൊക്കിയിട്ട് കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് പറയായിരുന്നു കേട്ടോ. അങ്ങനെ പോവാണ്. മഴ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്യോ എന്നുള്ള പേടിച്ചിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാത്താടെ വീട്ടിലെത്തി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോണതൊന്നും വീഡിയോ എടുത്തില്ല. അവിടെ എത്തി. അപ്പോൾ ആ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പോകുമ്പോൾ വാവച്ചിയുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ പണ്ടത്തെ ആ വീട്ടിലായിരുന്നു. ഒരുപാട് മാറ്റങ്ങളായി 2 വർഷത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. എനിക്കും അതെ കേട്ടോ, നമ്മളും വാഴാനിയിലായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി. അങ്ങനെ നമ്മൾ കുഞ്ഞാത്താടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞാത്താടിക്ക് അവൾ അർജൻറ്റായിട്ട് സ്ഥലം വരെ പോകാണ്ടായിരുന്നു. ഞങ്ങളിവിടെ പോസ്റ്റായി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. വേറെ ഇങ്ങോട്ടല്ല, മോളുടെ കോളേജിലേക്ക് എന്തോ ഒരു ഒപ്പിടാണ്ടത്ര. അപ്പോൾ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ അവളെ കാത്തിട്ട് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ വാവച്ചി ഇവിടെ ഉണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. എന്തായാലും പിള്ളേർ സ്കൂളിൽ വരുമ്പോഴേക്കും തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും വെറുതെ ഇങ്ങനെ നിർബന്ധിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ അവൾ അപ്പം തന്നെ വന്നു കേട്ടോ. അവൾ അനുവിൻ്റെ വണ്ടിയിൽ പോയത്. അവിടെ പോയി ഒപ്പിട്ട് അങ്ങനെ വേഗം വന്നു. അപ്പം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നത് അവർക്ക് അറിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ മോരുകറിയും പരിപ്പ് കറി ഉണക്കമീൻ വറുത്തത് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ വന്നതിന് ശേഷം കുട്ടികൾ ഓരോരുത്തരായിട്ട് സ്കൂൾ വിട്ടിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കൊണ്ടാക്കാനൊന്നും പോണില്ല കേട്ടോ. കൊണ്ടാക്കാനും കൊണ്ടുവരാനൊന്നും ഞാനിപ്പോൾ പോണില്ല. ഇപ്പം എനിക്ക് മടിയായി. ഇപ്പോൾ എന്തായാലും ഒരാളുണ്ടല്ലോ പോകാനും വരാനും. അപ്പോൾ പിന്നെ ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുതാ സ്കൂളിട്ട് വന്നിരിക്കുന്നുണ്ട്. ആച്ചുട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷമോൾ 4:30-ക്കല്ലേ വരുള്ളൂ. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയതാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ അവിടെ പണിന്റെ ലീവിന് വന്ന ആളേനെ കൊണ്ട് ഉമ്മച്ചി ഇവിടെ പണിയിപ്പിക്കാട്ടാ. കണ്ടാ, ഉമ്മച്ചി അടുത്ത് സുഖമായിട്ട് നിക്കുക. ഉപ്പ വെള്ളം കോരുന്നു. അല്ലപ്പാ എന്തമ്മ ഇങ്ങനെ ഉമ്മച്ചി ചെയ്യണ പണിയല്ലല്ലോ. അയ്യോ എവിടെ മുറിഞ്ഞേക്കണേ? എവിടെ 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 അയ്യോ ഈ ഭാഗത്തോണ്ടല്ലോ മറ്റേ കയറ് പിടിക്കണേ. മൊത്തത്തില് വേനിക്കുക. എത്ര വെള്ളാട്ടെ ഗൈസുള്ളൂ. കേട്ടാ മച്ചി നല്ല പേടിച്ചിട്ട്. അപ്പൊ നമ്മള് ഇട്ട വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടാ. അപ്പൊ ഇനി ഇപ്പൊ വൈകുന്നേരത്താണ്. ഇവര് ഓരോരുത്തരെ പഠിപ്പ് കഴിഞ്ഞ് വരുന്നുള്ളൂ. ഇഷമോൾക്ക് ഇനി എഴുതാണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. ഇതിൽ പൊക്കി പിടിച്ച അപ്പൊ ഇഷമോൾക്ക് അവളെ ഉപ്പ കൊടുന്ന അത്ര പൊക്കരുത്. ഇഷമോൾക്ക് അവളെ ഉപ്പ കൊടുന്ന മയക്കാണ് കേട്ടോ കാണിച്ചായിരുന്നു. പാട്ടുകൂടി വന്നിട്ടുണ്ട്. ഒളിച്ചിരിക്കണോ?
എന്ത് പാട്ട് പാടുമ്പോ വിളിക്കണേ ഇവരെ വരുന്നതിന്റെ തലേ ദിവസം മുതൽ തുടങ്ങിയത് അത്. വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, ഞങ്ങള് ചോറിന് എന്താ തലയുടെ ചോറ് തിന്നിട്ടില്ല, ചോറ് തിന്നണം. അപ്പൊ ഇവരുടെ ഒക്കെ പഠിപ്പ് കഴിയട്ടെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കട്ടോ. അപ്പൊ അതിന്റെ ഇടയില് ഒന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു. വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മള് വൈൻഡപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ കൊറേ ആൾക്കാർ കൊറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയുടെ കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോണില്ലേ ഇങ്ങോട്ട് പോണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും ഇപ്പൊ മറുപടി പറയണില്ല. ഇനിയിപ്പോ വീണ്ടും നമ്മള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അറിയില്ല എനിക്ക് പോണ്ടോ ഇല്ലയൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇക്കാനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അന്വേഷണം പറയണം, എന്തേലൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് ഉണ്ട്. അങ്ങനെ വീഡിയോയിലൊന്നും അപ്പൊ തുടർന്നും സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട് തോന്നുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ലൈക്കും കൂടി ചെയ്യാ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം.